എന്നുവെച്ചാൽ പ്രാമുഖ്യം എന്തിന്? ശബ്ദത്തിന്. ഇപ്പൊ ഒരുപാട് നമ്മുടെ സാഹിത്യത്തിൽ അതുപോലെ ശബ്ദപ്രധാനങ്ങളായ ഇപ്പൊ ഭക്തർക്കിഷ്ടം കൊടുക്കും ഭുവനജനനി നിൻ ചെഞ്ചൊടിക്കും ചൊടിക്കും ദൈത്യന്മാരെ പൊടിക്കും ബിരുദിനും ഇരുളിൻ പേർ മുടിക്കും മുടിക്കും അത്താടിക്കും തടിക്കും രുചിയുടെ ജലഹരിക്കൂത്തടിക്കും തടിക്കും നിത്യം കൂപ്പാമടിക്കും ഗണപതി വിടുവാനായി മടിക്കും മടിക്കും അരിവം പടയും പടയും പരിചനൊടിനാദമൊക്കെ വെടിയും വെടിയും മുകിൽനടി കൊടിയും കൊടിയും പരിവശ്യ സുരേന്ദ്ര വൃഷ്ടി പൊടിയും പൊടിയും. ഇതുപോലെ അപ്പൊ ഇതുപോലെ ശബ്ദ ഭംഗിക്ക് പ്രാധാന്യം. അർത്ഥം ഉണ്ടാവാം എന്നാൽ പ്രാധാന്യം എന്തിനാ? അത് ശബ്ദം ശ്രവിക്കുമ്പോഴാണ് ആ സൗന്ദര്യം ആസ്വദിക്കുക. കേൾക്കുമ്പോൾ തലയാട്ടും. അല്ല കൊള്ളാം, നല്ല പദ്യം. അപ്പോൾ അത് ശബ്ദത്തിൽ ഭ്രമിക്കുന്നവർ, ശബ്ദത്തെ ആരാധിക്കുന്നവർ, ശബ്ദ സൗകുമാര്യം ശ്രദ്ധിക്കുന്നവർക്കാണ് അത്തരം ക്രിയകൾ നന്നായിട്ട് തോന്നുക. അതുകൊണ്ട് അതിൽ അർത്ഥമില്ലെന്നല്ല വിവക്ഷ, പക്ഷെ ശബ്ദത്തിന് പ്രാധാന്യം. അതെ, സഹൃദയന്റെ മനസ്സിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരുന്നത് ശബ്ദ സൗന്ദര്യമാണ്. മറ്റൊന്ന്, ശബ്ദത്തിന് പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ ഓരോ വരിയും അർത്ഥം കൊണ്ട് നിറഞ്ഞു നിൽക്കുക. പദങ്ങളൊക്കെ തന്നെ അർത്ഥപൂർണതയിൽ നിൽക്കുന്നതായ പദങ്ങൾ, സമ്പൂർണമായിട്ടും അർത്ഥമുള്ളതായ പദങ്ങൾ. അപ്പോൾ അത്തരം രചനകളും ഉണ്ടാവാം, അതിൽ അഭിരമിക്കുന്നതായ ആസ്വാദകനും ഉണ്ടാവാം. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാൽ, ഇപ്പോ പ്രതികൂലതാമുപഗദേഹി വിധൗ വിഫലത്വമേതി ബഹുസാധനത അവലംബനായ ദിനഭർത്തുരഭും ന പതിഷ്യതക്കര സഹസ്രമപി. മാഘത്തിലാണ്. പ്രതികൂലതാമുപഗദേഹി വിധൗ വിധൗ പ്രതികൂലതാം ഉപഗതേ സതി. ചന്ദ്രൻ പ്രതികൂലതയെ പ്രാപിക്കുകയാണെങ്കിൽ നല്ല അർത്ഥം. ഉപഗതേ സതി ഇതെങ്ങനല്ലേ? ഞാൻ പറയുന്നോണ്ടാണ് നിങ്ങൾക്ക് വിഷമം. ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് മാത്രം പറയണമെന്നുള്ള സംശയ ശ്ലോകം കേൾക്കുമ്പോ അർത്ഥം മനസ്സിലാവും. സാധാരണയാണ്. ഞാൻ കൂടുന്നില്ല, ഞാൻ കൂടില്ല. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൂടില്ല. മാഘത്തിന്റെ അർത്ഥം പറയാൻ ഞാൻ കൂടുമ്പോ നിങ്ങൾ ധരിച്ചത് ഇത് എനക്കാവാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ പറഞ്ഞേ ആദ്യം പറയേണ്ടതല്ല നിങ്ങൾ പറഞ്ഞത് അർത്ഥം. എങ്ങനെ പറഞ്ഞാലും അങ്ങനെയല്ല. ആദ്യം പറയേണ്ടത് അതല്ല. പ്രതികൂലത പറഞ്ഞോ. പ്രതികൂലതാമുപഗദേഹി വിധൗ. വിധി പ്രതികൂലമാണെങ്കിൽ അതെ, നിങ്ങൾ വിധു എന്നല്ലേ പറഞ്ഞത്. അവിടെ എങ്ങനെയുള്ള ശ്ലോകത്തിൽ വിധൗ രണ്ടും കിട്ടും. രണ്ടും കിട്ടും. വിധൗ കിട്ടും, വിധു രണ്ടും കിട്ടും. ഉകാരാന്തമായി ചൊല്ലിയാലും കിട്ടും, ഇകാരാന്തമായി ചൊല്ലിയാലും. സന്തോഷം വന്നില്ലേ? ഞാൻ വിധുഹു എന്ന ഉകാരാന്തമായിട്ട് ചൊല്ലിയാലും, അതായത് ചന്ദ്രൻ എന്ന അർത്ഥത്തിലുള്ളതായ വിധു ശബ്ദത്തിന്റെയും സപ്തമ്യേകവചനം വിധൗ എന്നാണ്. വിധി ശബ്ദത്തിൽ ഇകാരാന്ത പുല്ലിംഗമായിട്ടുള്ളതായ വിധി ശബ്ദത്തിന്റെ സപ്തമ്യേകവചനവും വിധൗ എന്നാണ്. അല്ലേ? ആയിക്കോട്ടെ. അപ്പോ വിധി പ്രതികൂലതാം ഉപഗതേ സതി. വിധി അനുകൂലമല്ലെങ്കിൽ പ്രതികൂലതാമുപഗദേഹി വിധൗ വിഫലത്വമേതി ബഹുസാധനത. വിധി അനുകൂലമല്ലെങ്കിൽ എത്ര തന്നെ പൊന്നും പണവും ഉണ്ടായാലും അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. എന്നിട്ട് സന്ദർഭം പറയാ, അവലംബനായ ദിനഭർത്തുരഭുന്ന പതിഷ്യത കരസഹസ്രമപി. ദിനഭർത്താവ് സൂര്യൻ സഹസ്രകരനാണ്. 1000 കൈയുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ആഴിയിൽ പതിക്കുമ്പോൾ ഒരു കൈ പോലും അദ്ദേഹത്തിന് സഹായത്തിനില്ല. സഹസ്രകിരണനാണ്. അതെ, 1000 കൈയുണ്ട്. സമുദ്രത്തിലേക്ക് താഴാനങ്ങ് പോകുമ്പോ ഈ 1000 കരത്തിൽ ഒരു കൈ പോലും അദ്ദേഹത്തിന് രക്ഷിക്കാൻ വേണ്ടി തയ്യാറായില്ല. പിടിക്കാൻ ഒരു കൈ പോലും കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് വിധി അനുകൂലമല്ലെങ്കിൽ എത്ര തന്നെ, അവിടെയാണ് ഊന്നല്. ദൃഷ്ടാന്താണ് ഈ പറഞ്ഞത്, ദൃഷ്ടാന്താണ്. സൂര്യന്റെ കാര്യം പറഞ്ഞ ദൃഷ്ടാന്തം, മറ്റതാണ് യഥാർത്ഥ വസ്തുത. വിധി അനുകൂലമല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല എന്നുള്ള ചുരുക്കം. ഇതുകൊണ്ട് എന്താ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആയിട്ടില്ല. ഇനി നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ഇനിയും വേണം. അവിടെയാണ് ഇതിന്റെ പൂർണ്ണത. ചന്ദ്രൻ അനുകൂലസ്ഥനല്ലെങ്കിൽ
പ്രതികൂലതാമുപഗതേഹി വിധൗ. അതാണ് ഇയാൾ ജ്യോതിഷം ഞാൻ പറഞ്ഞു വെറുതെ. ജ്യോതിഷത്തിന്റെ ഞാൻ അദ്ദേഹത്തെ നേരത്തെ സമ്മതിച്ചു കൊടുത്തല്ലോ. ജ്യോതി അയാൾ അവിടെയാണ്. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ ജ്യോതിഷത്തിലുള്ളതായ പിടിപാടാണ് അങ്ങോട്ട് നയിച്ചത്. എന്റെ അർത്ഥം പറയില്ല, അങ്ങോട്ട് പോകാൻ കാരണം ചന്ദ്രൻ പൃഷ്ടേ ചന്ദ്രേ ധനക്ഷയ. ചന്ദ്രൻ അനുകൂലസ്ഥനല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം തന്നെ അല്ലെ? ആ അർത്ഥവും അപ്പൊ ചന്ദ്രൻ പക്ഷബലശാലിയാണെങ്കിൽ മാത്രമേ അനുകൂലമാവൂ. പക്ഷബലശാലി അല്ലെങ്കിൽ ചന്ദ്രൻ നല്ല ഭാവത്തിൽ നിന്നതിനെ കൊണ്ട് കാര്യമില്ല. പക്ഷബലശാലി ആയിരിക്കണം. പക്ഷബലശാലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പക്ഷബലശാലി പക്ഷബലം അത് നിങ്ങൾക്ക് പറയാം. പക്ഷബലശാലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പക്ഷബലം ഉണ്ടാകുക. പക്ഷബലം എന്ന് പറഞ്ഞാലോ കറുത്ത പക്ഷം വെളുത്ത പക്ഷം ഉണ്ടല്ലോ. വെളുത്ത പക്ഷം എപ്പാ തുടങ്ങുക? അതുകൊണ്ട് അതോടക്കട്ടെ. അപ്പോഴ് പൃഷ്ടേ ചന്ദ്രേ ധനക്ഷയ എന്ന് വ്യാഖ്യാനത്തിലുണ്ട്. അതാ ഞാൻ കണ്ടിന്. വ്യാഖ്യാനത്തിലുണ്ട് പൃഷ്ടേ ചന്ദ്രേ ധനക്ഷയ. അപ്പോ പ്രതികൂലത മറ്റൊരു ആചാര്യന്റെ അഭിപ്രായം തോന്നുന്നു മൂലം കാലതരോഹം എന്നുള്ളത്. അതിന്റെ സാരം എന്താന്ന് വെച്ചാല് ചന്ദ്രൻ നല്ല നിലയിലാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ്. പ്രത്യേകിച്ച് ശുക്രജ്ഞ ജീവാദയ, ശുക്രജ്ഞ ജീവാദയ, ശുക്രൻ, ബുധൻ, വ്യാഴം, ഈ 3 ഗ്രഹങ്ങളും വളരെ നല്ല നിലയിൽ തന്നെ ആയിരിക്കും എന്ന് അനുഭവിക്കേണ്ടതാണെന്ന് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പോൾ അത് പൂർണ്ണമായി തോന്നുമല്ലേ? അർത്ഥതലമാണ് നിങ്ങൾ കാണിച്ചത്. അർത്ഥതലം. അപ്പൊ ഇതുപോലെ നമ്മൾ ആദ്യം എന്തേ കണ്ടുള്ളൂ? വിധി മാത്രല്ലേ കണ്ടുള്ളൂ? അല്ല, വേറെയുണ്ട് അർത്ഥത്തില്. വിധൗ, വിധി, വിധി എന്നും ചൊല്ലാം, വിധു എന്ന് ചൊല്ലാം. അങ്ങനെ ചൊല്ലിയാൽ അപ്പൊ ഇതുപോലെ അർത്ഥപുഷ്ടി, എല്ലാ പദങ്ങൾക്കും അർത്ഥപുഷ്ടിയിൽ അഭിരമിക്കുന്നതായ ആസ്വാദകന്മാരുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഏതൊരു സഹൃദയന്റെ മനസ്സിനെയും വളരെയേറെ ആകർഷിക്കും ഈ അർത്ഥപുഷ്ടി ഇതിന്റെ. അങ്ങനെ അർത്ഥതലം എന്ന് പറയുമ്പോൾ ഇവിടെ ശബ്ദത്തിനും പ്രാധാന്യമില്ല, അർത്ഥത്തിനാണ് ഇവിടെ പ്രാധാന്യം. പിന്നെ മറ്റെടുത്തത് ഭാവം, ഭാവതലം. ഭാവം എന്ന് വെച്ചാൽ മനോവികാരം എന്നാണ് അർത്ഥം. മനോഭാവം, മനോവികാരം താൻ, മനോവികാരം. ഇപ്പോ ഒരുപാട് പദ്യങ്ങൾ ഉദാഹരണമായിട്ട് ഇപ്പോ ഇദ്ദേഹത്തിന്റെ പാതും ന പ്രഥമം വ്യവസ്യതി ജലം യുഷ്മാസ്വപീതേഷു യാ നാദത്തെ പ്രിയമണ്ഡനാഭിഭവതാം. പറയില്ല ഏർപ്പാടില്ലല്ല. മർത്തുകളിൽ എതിരാളിനെ സഹായിക്കുന്ന ഒരു ഏർപ്പാട് എൻ്റെ അടുത്തില്ല. ഞാൻ സൗകര്യം കിട്ടി അവിടെ ഞെക്കും. അതാണ് എൻ്റെ സ്വഭാവം. അതാണ്. നിങ്ങിപ്പോ ഞാൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു നോക്ക് വരും. അതൊക്കെ എൻ്റെതായ ഒരു തരം എന്താ പറയണ്ടത്, ഒരു തരം വ്യക്തിത്വമാണ്. ഞാൻ ചിലരോട് ചോദിച്ചാൽ ഇപ്പൊ ആളെ കൂട്ടത്തിന് ചോദിച്ചാൽ ഒരു വരി കിട്ടുന്നതിന് ആള് പറഞ്ഞു തരും. മറ്റു ചില ആൾ ചോദിച്ചാൽ പറഞ്ഞിടൂല. മറ്റു പണിക്കന്മാരും ചോദിച്ചാൽ പണിക്കർ തന്നെ അതുപോലെ കിട്ടാതായപ്പോൾ ഓടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തരും. പക്ഷെ എനിക്കിത് കിട്ടാത്തോണ്ടാതെ വരികൾ കിട്ടാത്തോണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ വേറെ ഏതെങ്കിലും നിർത്താ പോരെ? ഭാവതലം കാണിച്ചു കൊടുക്കാനല്ലേ? ഭാവം വേണല്ലോ, ശരിയായ ഭാവം. പാതും ന പ്രഥമം വ്യവസ്യതി ജലം യുഷ്മാസ്വപീതേഷു യാ നാദത്തെ പ്രിയമണ്ഡനാഭിഭവതം. നിങ്ങളെ സഹായിച്ചിട്ടെങ്കിൽ അത് മറ്റൊന്നും ഉണ്ടായിട്ടല്ല, ആ ശ്ലോകത്തിന്റെ രസമുണ്ടതില്, താല്പര്യം. നാദത്തെ പ്രിയമണ്ഡനാഭിഭവതം ഭവതാം സ്നേഹേന വാ പല്ലവം, സ്നേഹേന യാ പല്ലവം. ആദ്യേവ കുസുമപ്രസൂതി സമയേ യസ്യാഭവസ്ത്യുത്സവഃ സേയം യാതി ശകുന്തളാ പതിഗൃഹം സർവൈരനുജ്ഞായതം. കണ്ണു മഹർഷി പറയാ, ശകുന്തള ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുക. അപ്പോഴ് കണ്ണു മഹർഷി ആശ്രമ വൃക്ഷങ്ങളോടൊക്കെ പറയാണ്. എന്താ പറയുന്നത്? ഞാനതിന്റെ മലയാളം ചൊല്ലിയേക്കാം. ഇത് പറയാനാവുന്നില്ല. എന്താ സംസ്കൃത ശ്ലോകം ശാകുന്തളത്തിലെ 4 ശ്ലോകമാണ് ഏറ്റവും പ്രധാനമായത്. അതിലൊന്നാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞത്. ഇതിന്റെ അർത്ഥം സംസ്കൃതത്തിൽ തന്നെ പറഞ്ഞൂടെ? അതാണ് നല്ലത്. പിന്നെ വേണമെങ്കിൽ മലയാളം പറഞ്ഞോളാം. പിന്നെ അവസാനം വേണമെങ്കിൽ മലയാളം പഠിക്കോ, മുടക്കൂല. മലയാളമാണ് ഏറ്റവും സൗന്ദര്യം ഉള്ളത്. പക്ഷേ സംസ്കൃതം പറയുമ്പോൾ കുറെ കൂടി ഒരു പിടുത്തം ഉണ്ടാവുമല്ലോ, ഒരു ഹരം ഉണ്ടാവും. യുഷ്മാസു അപീതേഷു യാ പാതും ന.
നിങ്ങളെ നനക്കാതെ ഏതൊരുത്തിയാണോ തൊണ്ട നനക്കാത്തത്, ചെടികളോട് പറയാ, ആശ്രമവൃക്ഷങ്ങളെ നിങ്ങളെ നനക്കാതെ ഏതൊരുത്തിയാണോ തൊണ്ട നനക്കാത്തത്. ആദ്യം ശകുന്തള എന്താ ചെയ്യുന്നത്? ആശ്രമവൃക്ഷങ്ങൾക്കൊക്കെ വെള്ളം നനച്ചു, അതിനുശേഷം തൊണ്ട നനക്കും. അത് നിങ്ങൾ കുടിക്കാതെ കണ്ട് ഞാൻ ഒരു തുള്ളി വെള്ളം കുടിക്കൂല. അത്രയേറെ പ്രകൃതിയോടുള്ള പ്രകൃതി സ്നേഹം അല്ലെ, പ്രകൃതിയോട് അത്രയേറെ ഇണങ്ങി ജീവിക്കുന്ന ശകുന്തള കേട്ടോ. വ്യവസ്യതി ജലം യുസ്മാസ്വപീതേഷുയ നാദത്തെ പ്രിയമണ്ഡനാഭിഭവതം സ്നേഹേന. നിങ്ങളോടുള്ള സ്നേഹം നിമിത്തം നിങ്ങളുടെ ഒരു ഇല പോലും അവൾ നുള്ളില്ല. ഇഷ്ടപ്പെട്ടതാണ്, വലിയ ഇഷ്ടമാണ് ഇതിന്റെ ഇളം തളിരുകളോട്. പക്ഷേ സ്നേഹനിമിത്തം ഒരു ഇല പോലും അവൾ നുള്ളിയെടുക്കില്ല. പിന്നെ ആദ്യേവ കുസുമപ്രസൂതി സമയേ, നിങ്ങൾ ആദ്യം പൂക്കുമ്പോൾ ശകുന്തളയ്ക്ക് ഒരു ഉത്സവമാണ്. അങ്ങനെയുള്ളതായ ശകുന്തള, ശകുന്തള, ഈ ശകുന്തള ഇതാ ആശ്രമം വിട്ട് പോവുകയാണ്, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും അവളെ അനുഗ്രഹിക്കണം. ശകുന്തള കണ്വന്റെ മുമ്പിൽ നിൽക്കുകയാണ്, യാത്ര പറയാൻ നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ്. അവിടെയാണ് അതിന്റെ വികാരത്തിന്റെ അഭാവത്തിന്റെ ഭംഗി മുഴുവൻ അവിടെയാണ്. ശകുന്തള പോവുകയാണ്. ആര്? സർവസംഘ പരിത്യാഗിയായ മഹർഷി പറയുന്നു. സർവസംഘ പരിത്യാഗിയായ മഹർഷിക്ക് പോലും വളർത്തുമകൾ വിട്ടുപോകുമ്പോൾ ഇത്രമാത്രം ഭാവതരളിത. അപ്പൊ സാധാരണക്കാരുടെ സ്ഥിതി പറയാനില്ല. അത്രയേറെ പ്രയാസം. ഒരു ഋഷിയായിട്ടുള്ള ഒരാൾക്ക് അത് സ്വന്തം മകളും അല്ലല്ലോ, അല്ല, വളർത്തു മകള്. അവളെ ഇത്രയധികം സ്നേഹിച്ച് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മറ്റുള്ളവർ കൂട്ടിക്കൊണ്ടുപോകുന്നതായ സന്ദർഭത്തിൽ ആ പോറ്റുമകളെ വിട്ടുപിരിയാനുള്ളതായ മാനസികമായ വിഷമം ഒരു മഹർഷിയുടെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതാണ് കവിയുടെ. ഈ കണ്ണു മഹർഷിയുടെ കണ്ണുനീര് നമുക്കത് കാണാൻ പറ്റും. അയാളുടെ ഹൃദയ താരല്യം അത് കാണാൻ സാധിക്കും. അതിന്റെ മലയാളം പറയട്ടെ. താനേ തൊണ്ട നനക്കയില്ലവൾ നനച്ചിടാതെ ഈ നിങ്ങളെ താവും കൗതുകമെങ്കിലും കരുണയാൽ പൊട്ടിച്ചിടാ പല്ലവം പൂരിക്കുന്നതവൾക്ക് നിങ്ങൾ ഒരു നാൾ നിങ്ങൾ പുതുതായി പൂക്കുന്ന നാൾ ഉത്സവം പോകുന്നു പതിഗേഹമായ വളിത നൽകിയിടുവൻ സമ്മതം. മറ്റേന് തുല്യമല്ല, എന്നാലും സംസ്കൃതത്തിന് തുല്യാവൂല. ആ വാക്കും സൗന്ദര്യം ഉണ്ടല്ല, അത് മറ്റതന്നെ. അപ്പോൾ ഇതിനെയാണ് ഈ ഭാവതലം, ഭാവപുഷ്ടിയുള്ളതായ പദ്യം. ഇവിടെ കണ്ണന്റെ മനോവികാരം വളരെ പ്രകടമാണ്. പ്രകടമാകുന്നു ആരുടെ? സഹൃദയന്റെ മനസ്സ്. രേചനതലമാണ്. രേചനതലം എന്ന് വെച്ചാൽ ഈ കാവ്യാസ്വാദനത്തിലൂടെ നമ്മുടെ മനസ്സിലുള്ളതായ മാലിന്യങ്ങൾ, തെറ്റായ ധാരണകൾ നീങ്ങുക. അതാണ് തിന്മകളെ ദൂരെ മാറ്റാനുള്ളതായ പ്രേരണ സാഹിത്യത്തിലൂടെ കിട്ടുക. അത് കുമാരസംഭവത്തിലൊരു ഉദാഹരണം. പിന്നെ ഒരു വരി ചൊല്ലുമ്പോ ബാക്കിയുള്ളവർ പറയാം. ഒരു വരി ചൊല്ലിയാല് ബാക്കിയുള്ളവർ പറഞ്ഞു. ഉവാചൈനം പരമർത്ഥദോഹരം നവേൽസി നൂനം യദയേവ ആത്മം അലോകസാമാന്യമചിന്യഹേതുകം ദ്യുഷന്തി മന്ദാശ്ചരിതം മഹാത്മനം. പാർവതി പരമേശ്വരനെ തപസ് ചെയ്യുന്നു. സന്ദർഭതാണ്. പരമേശ്വരൻ വടുവിന്റെ വേഷത്തിൽ, ബ്രാഹ്മണ വേഷത്തിൽ പാർവതിയുടെ അരികിൽ ചെല്ലുന്നു, ആശ്രമത്തിൽ ചെല്ലുന്നു. എന്നിട്ട് പാർവതിയോട് പറയുന്നതിൽ നിങ്ങൾക്കല്ല അറിയാം. എന്താ പറഞ്ഞു? നിങ്ങളെ ഭാഷയിൽ തന്നെ പറഞ്ഞാട്ടെ. നിങ്ങൾ പറഞ്ഞോ, അവിടെ ചെന്നിട്ട് പറഞ്ഞു, കുട്ടി നീ സാധാരണഗതിയിലെ ഒരു പിന്നെ പെൺകുട്ടിക്ക് ആഗ്രഹിക്കത്തക്ക എന്ത് ഗുണമാണ് അയാൾക്കുള്ളത്? ആര്? നീ തപസ് ചെയ്യുന്നല്ലോ പരമേശ്വരനെ. ഒരു വധുവിന് ആഗ്രഹിക്കത്തക്ക എന്ത് ഗുണമാണ് അദ്ദേഹത്തിനുള്ളത്? വിരൂപാക്ഷം. അയാൾ വിരൂപനാണ്. വിരൂപാക്ഷം. അതെ, വപുഹു വിരൂപാക്ഷമാണ്. അതെ, വിരൂപങ്ങളായ അക്ഷങ്ങളോട് കൂടിയതാണ് എന്നല്ലേ അർത്ഥം? എന്താ അർത്ഥം വിരൂപാക്ഷം എന്നല്ലേ? അക്ഷൻ, വിരൂപാക്ഷം, വിരൂപമായ അക്ഷത്തോട് കൂടിയവൻ. അക്ഷം ഇന്ദ്രിയം.
അക്ഷം ഇന്ദ്രിയം എന്നർത്ഥം പറയാം. അവിടെ ഇന്ദ്രിയം തന്നെ അക്ഷം അർത്ഥം. അതിപ്പോ പറയാകില്ല. അവിടെ അങ്ങനെ അർത്ഥം പറയുന്നതിൽ എന്താ വിരോധമുള്ളത്? വിരൂപാക്ഷം. വിരൂപാക്ഷനാണ്. വിരൂപമായ അക്ഷത്തോടു കൂടി. അക്ഷം കണ്ണ്. അത് ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ കണ്ണല്ല അർത്ഥം. ഇന്ദ്രിയ സാമാന്യവാചി. ഇന്ദ്രിയ സാമാന്യം. അക്ഷശബ്ദ ഇന്ദ്രിയ സാമാന്യവാചി. അതെ. നേത്രശബ്ദം നേത്രാർത്ഥം വിശേഷാർത്ഥം. അത്ര. അതെ, അവിടെ പറയാം കണ്ണ്. ഇദ്ദേഹത്തിന് 3 കണ്ണുണ്ടല്ലോ. ഉണ്ട്. അതുകൊണ്ടല്ലേ വിരൂപാക്ഷൻ എന്ന് പറയുന്നു. വിരൂപാക്ഷനാണ്. ഇപ്പോ വൈരൂപ്യമുണ്ട് അദ്ദേഹത്തിന്. അലക്ഷ്യ ജന്മത. മനുഷ്യന് സ്വരൂപം 2 കണ്ണാണ് ഭംഗിയുള്ളതായ അതെ അവയവ സംവിധാനം. അതെ. ഇത് വിരൂപമാണ്. 2ൽ മേലെ 1 കണ്ണ് അധികമുണ്ട്. അതാണ് വിരൂപാക്ഷം എന്ന് പറയാൻ. ഇപ്പൊ 1 വിരൽ അധികം ഉണ്ടായാലും വൈരൂപ്യം തന്നെ. അല്ലാണ്ട് കണ്ണ് സൗന്ദര്യമില്ലാത്തതെന്ന് അർത്ഥമല്ല. വിരൂപമുള്ള കണ്ണുള്ളവൻ തന്നെയാണ് അർത്ഥം. അല്ല, സാധാരണ സ്വരൂപം മനുഷ്യന് 2 കണ്ണാണ് സൗന്ദര്യമുള്ളത്. അതാണ് വൈരൂപ്യം. വൈരൂപ്യം. ഇതൊന്നും അധികം ഉണ്ട് അർത്ഥം. അത് വൈരൂപ്യം. അധികം ഉണ്ടാവുന്ന വൈരൂപ്യം തന്നെ. അലക്ഷ്യ ജന്മത. ജനിച്ചത് എവിടെയാണെന്ന് അറിയില്ല. പിന്നെ നാടും വീടൊന്നും എന്താണെന്ന് അറിയില്ല. അലക്ഷ്യ ജന്മത. ദിഗംബരത്വേന നിവേദിതം വസുഹു. വസ്ത്രാണെങ്കിൽ കൊടുക്കാനില്ല, ആനത്തോലുടുക്കുന്നു. അതുകൊണ്ട് ധനസ്ഥിതി മനസ്സിലാക്കാം. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് സാധാരണ പെണ്ണുങ്ങളാകുമ്പോ ചിന്തിക്കൽ ഇതൊക്കെയല്ലേ? അതെ, സാമ്പത്തിക സ്ഥിതി, സൗന്ദര്യം അല്ല, ഇതൊക്കെയല്ലേ ഒരു ഭർത്താവിന്. അതെ, പ്രതിശ്രുത ഭരണം എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്ന് സാധാരണ പെണ്ണ് കാണാൻ വന്നാലും പെണ്ണ് ചിന്തിക്കൽ ഇതൊക്കെ തന്നെ ആകെ നോക്കിയിട്ടാകുമ്പോ അത് തന്നെ. ഇതൊന്നും സ്വകാര്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്നുള്ളൂ. അപ്പോ സമ്പ്രദായം. അതെ, വരനിൽ ആഗ്രഹിക്കത്തക്ക ഒരു പെൺകുട്ടിക്ക് ആഗ്രഹിക്കത്തക്കതായ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ല. പിന്നെ നീ എന്തിനാണ് അദ്ദേഹത്തെ തപസ് ചെയ്തിട്ട് നേടാൻ ശ്രമിക്കുന്നത് എന്ന് ഈ ബ്രാഹ്മണ വടു പറഞ്ഞപ്പോൾ ആ ബ്രാഹ്മണ വടുവോട് പാർവതി പറയുന്ന മറുപടിയാണ്. ഉവാച ചൈനം പരമാർത്ഥദോ ചൈനം പരമാർത്ഥദോഹരം നവേൽസി നൂനം. പരമേശ്വരനെ കുറിച്ച് തനിക്ക് ഒരു ചുക്കും അറിയില്ല. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ പറയുന്നത്. യഥയേവ ആത്ഥമാം. അതുകൊണ്ടാണ് എന്നോട് യാതൊരു പ്രകാരം ആത്ത് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് അവിടെയാണ് പറയുന്നത് അലോകസാമാന്യമചിന്യ ഹേതുകം. അലോകസാമാന്യം എന്താ? ലോകസാമാന്യം അല്ലാത്തത്, ലോകത്ത് സാധാരണയായിട്ട് കാണാത്തത്. ഇപ്പോ അസാധാരണമായിട്ട് ഒരു വ്യക്തിയിൽ എന്തെങ്കിലും നമ്മൾ കണ്ടാൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പലതും കെട്ടുകഥകൾ ഉണ്ടാക്കും, വാസ്തവം എന്താണെന്ന് അറിയാതെ. ഒരാളെ കുറിച്ച് വാസ്തവം അറിയാതെ പറയുന്ന ഒരു പ്രവണത സമൂഹത്തിലുണ്ട്. അലോകസാമാന്യം അചിന്യ ഹേതുകം. കാരണം കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോഴും പല കെട്ടുകഥകൾ നമ്മൾ സൃഷ്ടിക്കും. അപ്പോൾ ഈ 2 സ്വഭാവവും മനുഷ്യന് നല്ലതല്ല. ഇത് പിന്നെ ഇദ്ദേഹത്തിന്റെ കുട്ടിക്കൃഷ്ണ മാരാറ് കുമാരസംഭവം വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സന്ദർഭം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാരാർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിലൊരു സ്വാമി വന്നിരുന്നു, ഒരു സന്യാസി സ്വാമി ക്ഷേത്രത്തിൽ. അപ്പൊ ആളുകളൊക്കെ വന്നിട്ട് മാരാരോട് പറഞ്ഞു, മാരാറെ ഇവിടെ ആ ക്ഷേത്രത്തിലുണ്ട് നല്ലൊരു സന്യാസി വന്നിട്ട്. അപ്പൊ പറഞ്ഞു കള്ളനായിട്ടായിരിക്കും, വേണം കള്ളനായിട്ട്. പക്ഷേ വാസ്തവം അറിയുമ്പോഴേക്ക് അദ്ദേഹം നല്ല സിദ്ധിയുള്ള ഒരാളാണ്. പക്ഷെ അന്ന് ഈ മാരാറ് കുമാരസംഭവം വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പദ്യത്തിന്റെ വ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് താൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് മനോഭാവം മാരാർക്കുണ്ടായി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ലേഖനം. അതുകൊണ്ട് ഇതുപോലുള്ളതായ സന്ദർഭങ്ങളിലൂടെ മനുഷ്യ മനസ്സിന്റെ മാലിന്യങ്ങളെ, തെറ്റായ ഇത്തരം പ്രവണതകളെ ദൂരീകരിക്കാൻ ഉതകുമ്പോഴാണ് അത്തരം കാവ്യങ്ങൾ എന്ന് പറയുന്നു ഈ രചനതലം എന്ന് പറയും. ഇതും കാവ്യങ്ങളിൽ നിന്ന് കിട്ടേണ്ടതാണ്. അങ്ങനെ വെച്ചാൽ ഈ 4 തലങ്ങളിൽ അങ്ങിപ്പോൾ ചൊല്ലിയ പദ്യത്തിൽ ഏത് തലം ഉണ്ട്? ഏതൊക്കെ പറഞ്ഞങ്ങള്? ശബ്ദതലം, അർത്ഥതലം, ഭാവതലം, രചനതലം. ഭാവതലം, രചന, ഈ 4 തലങ്ങളിൽ ആണ് കാവ്യ വ്യാപാരം ഏറെയും നടക്കുന്നത്. ഇതിൽ അങ്ങ് ചൊല്ലിയ പദ്യം ഏത് തലത്തിൽ പെടുത്താം? ഭാവതലം. ഏതാ ഭാവം? രതിഭാവത്തെ ദേവിയോടുള്ളതായ സ്നേഹം. മഹാകൃത്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവളാണ് അങ്ങെന്നും അങ്ങയോട് ഏറ്റവും ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ചെറുതാണ് ഞാൻ. എനിക്ക് അങ്ങയോട് തോന്നുന്നത് ഭക്തിയാണ്, സ്നേഹമാണ്. അങ്ങനൊരു ഭാവം. നല്ല വളരെ നന്നായ ഒരു പ്രതിപാദനം. ഏറ്റവും പുതിയതും ആസ്വാദ്യകരവുമായ ഒരു പ്രതിപാദനമാണ് ഇവിടെ കിട്ടിയത്. അതിൽ ചെറിയ ഒന്ന് കടന്ന് ചിന്തിക്കണം എന്നെനിക്ക് പറയാനുള്ളത്, ഈ രചനതലം എന്ന് പറയുന്നത് ശബ്ദതലം, അർത്ഥതലം, ഭാവതലം, രചനതലം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദാഹരണം കൊടുത്തത് ശരി, അത് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. കുറേയും കൂടി അതിന്
ഒരു വിശദത ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം പാശ്ചാത്യർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ യവന ചിന്തകന്മാർക്ക് കത്താർസിസ് എന്ന് പറയുന്ന ഒരു തിയറിയാണ്. കത്താർസിസ് തിയറി ദുരന്ത നാടകങ്ങളിലല്ലേ? അവിടെ വിവേക വിരേചനമാണ്. വിവേകങ്ങൾക്ക്, നമ്മുടെ മനസ്സിലുള്ള വിവേകങ്ങളെ മുഴുവൻ വിരേചിച്ച്, അത് അവിടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്, നമ്മുടെ മനസ്സിൽ എന്തെന്ത്, നമ്മളിപ്പോൾ ഒരു നാടകം കാണാൻ പോകുന്നത്, ഒരു കാവ്യം വായിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു കവിത വായിക്കുമ്പോൾ അതിനു മുമ്പ് നമ്മുടെ മനസ്സിൽ പല ബഹുവിധ ചിന്തകൾ കൊണ്ട് വ്യാകുലമാണ് നമ്മുടെ മനസ്സ്. അങ്ങനെയുള്ള മനസ്സ്, സങ്കീർണമായ മനസ്സിലെ സങ്കീർണതകൾ കരഞ്ഞു കളയണം എന്നാണ് അവിടെ അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് വിവേകങ്ങൾ മുഴുവൻ കരഞ്ഞു കളയുമ്പോൾ നിർമ്മലമായ മനസ്സ് നമുക്കുണ്ടാവുകയും ആ നിർമ്മലമായ മനസ്സിൽ ആനന്ദം വിളയാടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ കരയുന്ന നാടകങ്ങൾ കണ്ടിട്ടും ഒടുവിൽ നമ്മൾ ചിരിച്ചു വരുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ശരിക്കും ഇതൊരു കത്താർസിസ് തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തലമാണ് ഈ രചന. അത് കുറേയും കൂടി വിശദീകരണാർഹമാണ്. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ ദുരന്ത നാടകങ്ങൾ തന്നെ. അതെ 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 അതെ, ദുരന്ത നാടകങ്ങളുടെ അവസാനം സന്തോഷമാണല്ലോ സഹൃദയനുണ്ടാവുക. അതെ, കരഞ്ഞിട്ട് ഈ മനസ്സിന്റെ ഭാരം ലഘൂകരിക്കുക. അതെ, അങ്ങനെ ഒരു ശാന്തമായ മനസ്സിൽ എല്ലാ ആനന്ദവും. സത്യത്തിൽ നമ്മുടെ രസ തിയറിയും അതുതന്നെയാണ്. അഭിനവഗുപ്തന്റെ രസസിദ്ധാന്തവും അതുതന്നെയാണ്. പിന്നെ ബിഭ്രാണേന മനോജ്ഞയാവകരസം മഞ്ജുധ്വനന്നോ പുര ശ്ലേഷാലങ്കൃതിശാലിന നഖമണീജാതപ്രസാദശ്രിയാ ഏകേനൈവ പദേന ദേവി महिषध्वंसे महीयस्तर श्लोकोऽयं रचितस्त्वयेदि विबुधा संश्लाघनं कुर्वदे हे देवी മനോജ്ഞയാവകരസം ബിഭ്രാണേന മഞ്ജുധ്വനം നൂപുരശ്ലേഷാലങ്കൃതിശാലിന നഖമണീജാതപ്രസാദശ്രിയാ ഏകേന ഏവ പദേന महिषध्वंसे महीयस्तर अयं श्लोकः त्वया रचितः इति विबुधाः संश्लाघनं कुर्वते അല്ലയോ ദേവി മനോജ്ഞയാവകരസത്തെ ബിഭ്രാണമായി മഞ്ജുധ്വനന്നു പുരശ്ലേഷാലങ്കൃതിശാലിയായി നഖമണീജാതപ്രസാദശ്രീയായി ഏകമായിരിക്കുന്ന ഒരു പദം കൊണ്ട് മഹിഷധ്വംസത്തിങ്കൽ മഹീയസ്തരമായിരിക്കുന്ന ഈ ശ്ലോകം അങ്ങയാൽ രചിക്കപ്പെട്ടുവെന്ന് വിബുധന്മാര് സംശ്ലാഘനം ചെയ്യുന്നു. ഓം ഓം മനോജ്ഞയാവകരസം മനോജ്ഞമായ യാവകരസം മനോജ്ഞം മനോഹരം യാവകരസം മരക്കിഞ്ചാറ് ബിഭ്രാണം ധരിക്കുന്നത് മഞ്ജുധ്വനം നൂപുരശ്ലേഷാലങ്കൃതിശാലി മഞ്ജുവായി ധ്വനത്തായിരിക്കുന്ന നൂപുരത്തിൻ്റെ അലങ്കൃതിയോടുകൂടിയത് രസം രസം എന്ന രസം ശൃംഗാരാതിരസം എന്നും മഞ്ജു മനോഹരം ധ്വനത്ത് ശബ്ദിക്കുന്നത് ധ്വനി എന്ന കാവ്യാത്മാവെന്നും നൂപുരം കാഴ്ച നൂപുരം പാദസരം
ശ്ലേഷം ചേർച്ച ശ്ലേഷാലങ്കാരമെന്നും നഖമണി ജാത പ്രസാദശ്രീ നഖമണിയാൽ നഖമണിയിൽ നിന്ന് ജാതയായിരിക്കുന്ന പ്രസാദശ്രീയോടുകൂടിയത്. നഖമണി മണി പോലെയുള്ള നഖം ജാത ഉണ്ടായത്. പ്രസാദം തെളിമ പ്രസാദം എന്ന കാവ്യഗുണമെന്നും ശ്രീശോഭ ഏകം ഒന്ന് പദം ചരണം വാക്കെന്നും മഹിഷധ്വംസം മഹിഷാസുരമർദ്ദനം മഹീയസ്തരം ഏറ്റവും മഹത്തായത്. ശ്ലോകം കീർത്തി പദ്യമെന്നും വിബുധന്മാര് വിദ്വാൻമാര് ദേവന്മാരെന്നും സംശ്ലാഘനം ചെയ്യുക പുകഴ്ത്തുക. അതിലിപ്പോ ശ്ലോകത്തിൽ പരിഭാഷ പറയുമ്പോ ചില ശബ്ദങ്ങൾക്ക് രണ്ടർത്ഥം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ ഇപ്പോ രസം എന്നതിന് അരക്കിൻചാറെന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ശൃംഗാരാതി രസം എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ധ്വനി എന്നതിന് നൂപുരത്തിന്റെ ധ്വനി എന്നും പിന്നെ കാവ്യാത്മാവായ ധ്വനി എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റത് പ്രസാദം പ്രസാദം എന്നതിന് തെളിമ എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പ്രസാദം എന്ന കാവ്യഗുണം എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പദത്തിന് വാക്കെന്നും കാലെന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശ്ലോകത്തിന് കീർത്തി എന്നും പദ്യം എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വിബുധന്മാർക്ക് ദേവന്മാരെന്നും പണ്ഡിതന്മാരെന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതാനും ചില പദങ്ങൾക്ക് രണ്ടർത്ഥം പറഞ്ഞു. എല്ലാത്തിനും രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോ അലങ്കാരത്തെ കുറിച്ച് സംശയം ഉണ്ടാവില്ല. അന്നേരം അലങ്കാരം ശ്ലേഷം തന്നെയായിരിക്കുമല്ലോ. ശ്ലേഷ അലങ്കാരമില്ല. ഇല്ല ഇല്ല, ശ്ലേഷാലങ്കാരില്ല അവിടെ. ശബ്ദങ്ങൾക്ക് വാച്യമായിട്ട് രണ്ടർത്ഥം പറയുമ്പോ അതെ ശ്ലേഷമല്ലേ? അല്ല, ഈ രണ്ടർത്ഥം പറഞ്ഞത് പ്രകൃതവുമായിട്ട് പ്രകൃതത്തോട് അതെങ്ങനെ പൊരുത്തപ്പെടുന്നതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ശ്ലേഷം മുഖേന തന്നെ അല്ല, പ്രകൃതവുമായിട്ട് ഈ രണ്ടർത്ഥകൽപ്പന എങ്ങനെ യോജിക്കുന്നു? ഏതാനും പദങ്ങൾക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ പദങ്ങൾക്കും പറഞ്ഞിട്ടില്ലല്ലോ. വിഭ്രാണേന മനോജ്ഞയാവകരസം. അതെ, മനോജ്ഞയാവകരസം. യാവകരസം എന്നുള്ളതിന് രസശബ്ദത്തിന് മാത്രം രണ്ടു പറഞ്ഞു. അത്രേ പറഞ്ഞു. അരക്ക് ചാറെന്നും മറ്റേത് ശൃംഗാരാദി രസമാണെന്നും രസശബ്ദത്തിന് അർത്ഥം പറഞ്ഞു. അവിടെ രണ്ടർത്ഥം പറഞ്ഞു. പിന്നെയോ രസത്തിന് പറഞ്ഞു. വിഭ്രാണേന മനോജ്ഞയാവകരസം മഞ്ജുധ്വനം നൂപുരശേഷാലങ്കൃതിശാലിന. മഞ്ജുവാകും വണ്ണം അല്ലേ ധ്വനത്തായിരിക്കുന്ന, ധ്വനത്ത് ശബ്ദിക്കുന്നത്. അവിടെ ധ്വനത്ത് എന്നുള്ളത് ധ്വനി എന്ന് കാവ്യാത്മാവായ ധ്വനി എന്നർത്ഥം കിട്ടുമല്ലോ. കിട്ടും. പിന്നെ പിന്നെ പ്രസാദം, പ്രസാദത്തിന് തെളിമ എന്ന അർത്ഥം പറഞ്ഞു. കാവ്യഗുണം, കാവ്യഗുണം ശേഷപ്രസാദ. അത് ഇതുപോലെ ഏതാനും പദങ്ങൾക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. ഏറെക്കുറെ എല്ലാത്തിനും പറഞ്ഞു തന്നെ പറയാം. പക്ഷെ എന്നിട്ട് എന്ത് ഉദ്ദേശിക്കുന്നതിന്? അപ്പോ അതെവിടെ സമന്വയിപ്പിക്കുന്നത് എങ്ങനെ? ഈ ദേവി മഹിഷാസുരനെ ഒരു പാദം കൊണ്ട് ചവിട്ടിക്കൊന്നു എന്നതാണ് പ്രതിപാദ്യം അല്ലെ? പദ്യത്തിലെ പ്രതിപാദ്യം എന്താ? ദേവി മനോജ്ഞയാവകരസം അരക്കിൻചാറൊക്കെ തേച്ച് ഭംഗി വരുത്തിയതും നല്ല പാദസരമണിഞ്ഞതും നല്ല തിളങ്ങുന്ന നഖത്തോടു കൂടിയതൊക്കെയായ ഒരു കാലുകൊണ്ട് ഏകേനൈവ പദേന, ഒറ്റ പദം കൊണ്ട്, ഒരു കാലുകൊണ്ട് മഹിഷാസുരനെ ചവിട്ടിക്കൊന്നു. ഇതാണ് പ്രകൃതം. എന്നാൽ ഈ രണ്ടർത്ഥം പറഞ്ഞ പദം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്താ? പിന്നെ രസം, ധ്വനി, കാവ്യഗുണം എന്ന പ്രസാദം എന്ന കാവ്യഗുണം, ഈ അലങ്കാരം, ഈ നാല് ഘടകങ്ങളും ഒത്തുചേർന്ന ഒരു വാക്കുകൊണ്ട്, അതെ, ഒരു വാക്കുകൊണ്ട് ഒരു ശ്ലോകം നിർമ്മിക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. അത്രയും ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഒരു കാലുകൊണ്ട് മഹിഷാസുരനെ ചവിട്ടിക്കൊന്നതിലൂടെ ദേവി ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ രണ്ടർത്ഥകൽപ്പനയിലൂടെ ഈ പ്രകൃതത്തിന് കിട്ടുന്നതായ പിന്നെ ഉത്കർഷം. അപ്പൊ രണ്ടാമത് പറയുന്ന അർത്ഥം അത് കേവലം ശബ്ദശക്തി കൊണ്ട് കിട്ടുന്നു. ആ ശബ്ദങ്ങൾക്ക് അങ്ങനെ ഒരു അർത്ഥം പിന്നെ വാച്യമായിട്ടുണ്ടായിരിക്കാം, വാച്യമായിട്ടുണ്ട്. ഒരേ ഏകേനൈവ പദേന, ഒരേ ഒരു വാക്കുകൊണ്ട് ആർക്കും തന്നെ സാഹിത്യം ഉണ്ടാക്കാനാവും ഇല്ല, ഉണ്ടാക്കാനാവും. ഈ പറയുന്ന ഘടകങ്ങൾ ധ്വനി അതിൽ ഉണ്ടായിരിക്കണം, പ്രസാദം ഉണ്ടായിരിക്കണം, ഇതൊക്കെ ഉണ്ടായിരിക്കണമല്ലോ.
ശ്ലേഷം ഉണ്ടായിരിക്കണം, ശേഷാലങ്കാരം ഉണ്ടായിരിക്കണം. ഇത്രയും ഗുണങ്ങളുള്ളത്, കാവ്യ ഗുണങ്ങളുള്ളതായ ഒരു പദ്യം ഒരേ ഒരു വാക്കുകൊണ്ട് ഉണ്ടാക്കുക സാധ്യമല്ല. അത് സാധ്യമാണ്, ആ സാധ്യമല്ല അല്ല. അതെ. അപ്പൊ അത്രയും ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഒരു കാലുകൊണ്ട് മഹിഷാസുരനെ ചവിട്ടിക്കൊന്നതിലൂടെ ദേവി ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പൊ ഇവിടെ ഈ പ്രകൃതത്തിന് ഉത്കർഷം ഉണ്ടാക്കുന്നു ഈ രണ്ടർത്ഥം കൽപ്പന എന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ ശ്ലേഷ അലങ്കാരം. അവിടെ ശ്ലേഷം കൊണ്ട് കിട്ടുന്ന അർത്ഥമല്ലേ, അപ്പോൾ ശ്ലേഷാലങ്കാരമല്ലേ അവിടെ ഉള്ള അലങ്കാര ചർച്ചയിൽ ശക്തിയാണ്. ശേഷാലങ്കാരമല്ലേ എന്നാണ്. ശബ്ദശക്തി കൊണ്ട് കിട്ടുന്നത് അവിടെ വ്യംഗ്യമായ അർത്ഥമാണ്. അതും ഈ ശേഷാലങ്കാരം കൊണ്ട് തന്നെ കിട്ടുന്നതല്ലേ. അവിടെ അലങ്കാരം കൊണ്ട് അലങ്കാരത്തിന്റെ ധ്വനിയല്ലേ അവിടെ ഉണ്ടാവുന്നത് എന്നാണ് എന്റെ ശക്തി. അവിടെ അലങ്കാര ധ്വനി ഉണ്ട്, പക്ഷെ അത് ഉപമയാണ്. അതന്നെയാണല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്, ഉപമ. അതെ, അലങ്കാരധ്വനി ഉപമ തന്നെയാണ്. പക്ഷെ ഇത് രണ്ടർത്ഥം, ഇത് ശേഷം കൊണ്ട് കിട്ടുന്ന ആ അലങ്കാരധ്വനി പര്യവസാനിക്കുന്നതില് വീര്യം എന്ന രസത്തിൽ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വീര്യം, ദേവിയുടെ ഇടപെടാനായിട്ടില്ല. ശ്ലേഷം എന്ന അലങ്കാരം ഇവിടെയുണ്ട്. ഈ ശേഷാലങ്കാരമാണ് അലങ്കാരധ്വനിയെ ഉണ്ടാക്കുക, അലങ്കാരത്തെ പ്രകാശിപ്പിക്കുന്നത്. ഉപമാലങ്കാരത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്നത് ഈ ശേഷാലങ്കാരം. വാക്യം നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തട്ടെ. വസ്തുത രസയേവ ആത്മാ വസ്തുലങ്കാരധ്വനീതു രസം പ്രതി പര്യവസ്യേതേ എന്നൊരു വാക്യമുണ്ട്. വാസ്തവത്തിൽ കാവ്യത്തിന്റെ ആത്മാവ് എന്താ? രസം തന്നെയാണ്. വസ്തു അലങ്കാരധ്വനി, വസ്തുധ്വനിയും അലങ്കാരധ്വനിയും വസ്തുലങ്കാരധ്വനീതു രസം പ്രതി പര്യവസ്യേതേ, രസത്തിൽ ചെന്ന് ചേരുന്നു. അതായത് രസമാണ് കാവ്യത്തിൻ്റെതായ മർമ്മം. അപ്പൊ അങ്ങനെ വന്നാൽ ഇവിടെ കാവ്യത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മം രസം തന്നെയാണ്. അതന്നെയാണ് ധ്വനി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതെ, എന്നുള്ളത് കൊണ്ടുകൊണ്ട് രസം തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ അലങ്കാരം എന്താ? ഉപമാലങ്കാരം ധ്വനിക്കുന്നുണ്ട്. അത് എതിൽ പര്യവസാനിക്കുന്നു? ആ സാദൃശ്യം എതിൽ പര്യവസാനിക്കുന്നു? വീരരസം. രസത്തിൽ പര്യവസാനിക്കുന്നുണ്ടാവാം. പക്ഷേ അവിടെ വ്യംഗ്യമായി കിട്ടുന്നത് ഈ ശേഷാലങ്കാര വർണ്ണന കൊണ്ട് ഉപമാലങ്കാരത്തിന്റെ ധ്വനിയല്ലേ എന്നുള്ളതാണ് എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം. ഉപമാലങ്കാരം നിങ്ങൾ ഇപ്പൊ ശ്ലേഷാലങ്കാരമാണ് അവിടെ വ്യംഗ്യമായിട്ട് കിട്ടുന്നത്. അലങ്കാരം ഇല്ലല്ലോ അവിടെ. അലങ്കാരമേ ഇല്ലാന്ന്, ഉപമയുണ്ട്. ധ്വനി, രസം, അലങ്കാരം, പ്രസാദം എന്ന കാവ്യഗുണം, ഈ 4 ഘടകങ്ങളുടെയും സംയുക്തം ഒരു വാക്ക്. അങ്ങനെയുള്ളതായ ഒരു വാക്കുകൊണ്ട് ഒരു വലിയ പദ്യം നിർമ്മിക്കുന്നത് പോലെ ദുഷ്കരമാണ് ഒരു കാലുകൊണ്ട് മഹിഷാസുരനെ ചവിട്ടിക്കൊന്നത് എന്നതിലാണല്ലോ പദ്യത്തിന്റെ താല്പര്യം. പോലെ എന്നതിലില്ല, സാദൃശ്യത്തെ പറയാനുള്ള ഒരു വാക്കും അതിൻ്റെ അകത്തില്ല. സാദൃശ്യം പ്രതീതമാണ്. സാദൃശ്യം നമ്മുടെ സഹൃദയന്റെ മനസ്സിൽ പ്രതീതമാണ്. അലങ്കാരം ധ്വനിക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്. അതെ, അത് ഈ അലങ്കാര ധ്വനി ഇതിൽ പര്യവസാനിക്കുന്നു, രസത്തിൽ. ഏതുകൊണ്ടാണ് ധ്വനിക്കുന്നത്? വസ്തുധ്വനി, വസ്തുന അലങ്കാരധ്വനി, അലങ്കാരമാണ് അലങ്കാരധ്വനി എന്നല്ലേ സർ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇത് ശേഷാലങ്കാരം കൊണ്ടാണ് ഇവിടെ സാദൃശ്യത്തിന്റെ പ്രതീതി ഉണ്ടാവുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അവരുടെ ഉണ്ടല്ലോ, പറയല്ലേ. ഈ ശ്ലേഷം എന്ന വാക്കിന് അർത്ഥം, ശ്ലേഷം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നത് എന്നാണ്. അപ്പൊ ഒരു ശബ്ദത്തിൽ തന്നെ 2 അർത്ഥങ്ങൾ കൂടിച്ചേർന്നാൽ ശ്ലേഷം. പക്ഷെ അത് ശ്ലേഷ അലങ്കാരമാകണമെങ്കിൽ ഈ 2 അർത്ഥങ്ങളും വാച്യമായിട്ട് തന്നെ വരണം. ഒരേ ശബ്ദത്തിന് അർത്ഥം 2 ഉരച്ചാൽ ശ്ലേഷമാമത്. ഒരേ ശബ്ദത്തിന് അർത്ഥം 2 ഉരച്ചാൽ, വാച്യമായിട്ട് ഒരേ ശബ്ദത്തിന് 2 അർത്ഥങ്ങൾ വരുന്നിടത്താണ് ശ്ലേഷാലങ്കാരം. പക്ഷെ ഇവിടെ ശ്ലേഷവൃത്തിയുണ്ട്, ശ്ലേഷാലങ്കാരമില്ല. ഇവിടെ ഉള്ളത് ശ്ലേഷവൃത്തിയുണ്ട്, ശ്ലേഷാലങ്കാരമില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ശ്ലേഷം എന്ന് പറഞ്ഞാൽ ഒരേ ശബ്ദത്തിന് 2 അർത്ഥകൽപ്പനയാണ്. ഈ 2 അർത്ഥകൽപ്പന ഒന്ന് വാച്യമായിട്ടും മറ്റൊന്ന് വ്യംഗ്യമായിട്ടും വരാം, 2ഉം വാച്യമായിട്ട് വരാം. ഈ 2 അർത്ഥകൽപ്പന 2ഉം വാച്യമായി വരുന്നിടത്ത് ശ്ലേഷാലങ്കാരമെന്നും, ഒന്ന് വാച്യമായിട്ടും മറ്റൊന്ന് വ്യംഗ്യമായിട്ടും വരുന്നിടത്ത് അതിൻ്റെ മധ്യത്തിലായിട്ടൊരു സാദൃശ്യം കൽപ്പിക്കുകയും ഈ 2 അർത്ഥങ്ങൾ സാദൃശ്യം എന്ന മൂന്നാമതൊരു അർത്ഥത്തെ ബോധിപ്പിക്കുകയും ഉപമാലങ്കാര ധ്വനി എന്ന് പറയുന്ന ശബ്ദശക്തി മൂലധ്വനിക്ക് വിഷയമാവുകയും ചെയ്യും. അതെ, ഉപമാലങ്കാര ധ്വനി സംബന്ധിച്ചു ഇവിടിപ്പോ മഹിഷാസുരനെ ദേവി ചവിട്ടി താഴ്ത്തി.
ഒറ്റക്കാലുകൊണ്ട് ദേവി മഹിഷാസുരനെ ചവിട്ടി താഴ്ത്തി. ഈ അങ്ങനെ ചവിട്ടി താഴ്ത്തിയത് കൊണ്ട് ലോകം അല്ലയോ ദേവി അങ്ങയെ സ്തുതിക്കുന്നു. ആ സ്തുതിക്കുന്നു എന്ന വാക്കിന് ഇവിടെ കൊടുത്ത പദം ശ്ലോകം എന്നാണ്. ആ ശ്ലോകം എന്നുള്ളതിന് സ്തുതി എന്ന അർത്ഥമുണ്ട്, അതേപോലെ തന്നെ എന്താ അർത്ഥമുണ്ട്? പദ്യം എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഈ പദ്യം എന്ന രണ്ടാമത്തെ അർത്ഥം വ്യംഗ്യമായി കിട്ടുന്നതാണ്. വസ്തു, അതായത് വസ്തുവാണ് അവിടെ ധ്വനിക്കുന്നത്. ശ്ലോകം എന്നുള്ള രണ്ടാമത്തെ അർത്ഥം വ്യംഗ്യമാണോ? വാച്യമല്ലേ? അല്ല, വാച്യമല്ല. രണ്ടും വാച്യമായിട്ട് എടുത്തുവിടാ. അങ്ങനെയാണ് വാച്യമായി എടുത്താൽ എന്താ കുഴപ്പം വരുന്നത്? വാച്യമായിട്ട് കിട്ടുമല്ലോ. ഞാൻ പറയാം. യാവകരസം എന്താണ്? വിഭ്രാണേന മനോജ്ഞയാവകരസം. അതെ, വിഭ്രാണേന മനോജ്ഞയാവകരസം. മനോജ്ഞമായ യാവകരസം ചെമ്പഞ്ചിച്ചാറ് അല്ലേ? അപ്പൊ പിന്നെ അവിടെ ഈ രസം, ശൃംഗാരാദി രസങ്ങൾ എന്ന് ആ രസശബ്ദം വേറിട്ട് നിൽക്കുന്നില്ല. ആ രസത്തെ അടർത്തിയെടുത്തിട്ട് അവിടെ വാച്യമായ അർത്ഥം എന്താണ്? മനോജ്ഞമായ യാവകരസത്തെ വിഭ്രാണേന പദേന. രസത്തെ മനോജ്ഞമായ മനോഹരമായ ചെമ്പഞ്ഞിച്ചാറിനെ ധരിച്ചിരിക്കുന്ന കാലിനാൽ എന്നാണ്. അതാണ് വാച്യമായ അർത്ഥം. പക്ഷേ രസശബ്ദത്തിന് വാച്യമായിട്ട് തന്നെ ശൃംഗാരാദി രസം അർത്ഥമില്ലേ? സാമാന്യമായിട്ട് വാച്യമായിട്ടല്ല അവിടെ കിട്ടുന്നത് അത് വ്യംഗ്യമായിട്ടാണ്. ഈ ശബ്ദശക്തി മൂലധ്വനിക്ക് നമ്മുടെ രസഗംഗാധരത്തിൽ ഇതിൽ ഒരുപാട് ഭേദങ്ങൾ പറയുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് വാദങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രബലമായ വാദം ഇതാണ്. ഇവിടെ ഈ സാദൃശ്യവും അതുപോലെയുള്ള രണ്ടാമത്തെ അർത്ഥവും ഈ രണ്ട് ഭാഗങ്ങളും വ്യംഗ്യമായി കിട്ടുകയാണെന്നും വാച്യമായി കിട്ടുന്നത് ഈ ഏക പദം ഒറ്റ കാലുകൊണ്ട് എന്നത് മാത്രം. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോക്കിക്കോ. എന്താണ് കാവ്യപ്രകാശത്തിൽ പറഞ്ഞിട്ടുണ്ട്, അനേകാർത്ഥസ്യ ശബ്ദസ്യ വാചകത്തെ നിയന്ത്രിതേ സംയോഗാദ്ദീഹി അവാച്യാർത്ഥധീകൃത് വ്യാവൃതി രഞ്ജനം. അനേകാർത്ഥസ്യ ശബ്ദസ്യ, അനേകം അർത്ഥങ്ങളുള്ള ശബ്ദത്തിന് വാചകത്വത്തിൽ നിയന്ത്രിക്കും. ഏതിനെ കൊണ്ട്? സംയോഗാദികളെ കൊണ്ട് വാചകത്വത്തിൽ നിയന്ത്രിക്കുന്നിടത്ത് അഭിധ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അങ്ങനെ നിയന്ത്രിക്കാത്തയിടത്ത്, അഭിധ കൊണ്ട് നിയന്ത്രിക്കാത്തയിടത്ത് നമ്മൾ അഞ്ജനം എടുക്കണം, വ്യഞ്ജനം എടുക്കണം. ഇവിടെ വാചകത്വത്തിൽ നിയന്ത്രിക്കുന്നില്ല. രണ്ടാമത്തെ അർത്ഥം നമുക്ക് അഭിധ കൊണ്ടല്ല കിട്ടുന്നത്, വ്യഞ്ജന കൊണ്ടാണ് കിട്ടുന്നത്. വ്യംഗ്യമാണ് ആ രണ്ടാമത്തെ അർത്ഥം എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നല്ല ഒന്നാന്തരം. ഭദ്രത്മനോ ദുരധിരോഹ തനോഹ വിശാല വംശോന്നതേഹ കൃതശിലീ മുഖസംഗ്രഹസ്യ യസ്യാനുപപ്ലവഗതേഹ പരവാരണസ്യ ദാനാംബുസേക സുഭഗ സതതം കരോഭു. ശബ്ദശക്തി മൂലധ്വനിക്ക് ഒന്നാന്തര ഉദാഹരണം ഉപമാ ശബ്ദശക്തി മൂലധ്വനിയാണ്. അവിടെ നമ്മൾ നോക്കുക. ഇവിടെ യസ്യ അനുപപ്ലവഗതേഹ പരവാരണസ്യ, പരവാരണനായ യാതൊരു രാജാവാണ് അവിടെ പ്രകരണം. ആ രാജാവിന്റെ കൈ സതതം ദാനാംബുസേക സുഭഗമാകുന്നു. ദാനജലം കൊണ്ട് കഴുകിയത് കൊണ്ട് സുന്ദരമായി തീരുന്നു രാജാവിന്റെ കൈ, പ്രകരണം. ആ രാജാവ് എങ്ങനെയുള്ളവനാണ് എന്ന് കിട്ടുമ്പോഴാണ് പരവാരണൻ എന്നൊരു ശബ്ദം നമ്മുടെ മുമ്പിലേക്ക് മുഴച്ചു വരുന്നത്. മറ്റൊരു അർത്ഥത്തിന്റെ ശ്ലേഷം കൊണ്ട്, ശ്ലേഷം അലങ്കാരമല്ല, ശക്തി കൊണ്ട്, ശ്ലേഷശക്തി കൊണ്ട്. പരവാരണൻ ശ്രേഷ്ഠനായ ആന, പരനായ വാരണൻ ശ്രേഷ്ഠനായ ആന. ശ്രേഷ്ഠനായ ആനയെ പോലെയുള്ള ഈ രാജാവിന്റെ കരം, ആനയുടെ കരം ഏത്? തുമ്പിക്കൈ. രാജാവിന്റെ കരം ഏത്? കൈ. ദാനാംബുസേക സുഭഗം, ദാനാംബുസേകം മതജല പ്രവാഹത്തിൻ്റെത് കൊണ്ടുള്ള സൗന്ദര്യമാണ് ആനയുടെ തുമ്പിക്കൈക്കെങ്കിൽ രാജാവിന്റെ കൈക്ക് ദാനജലം കൊണ്ടുള്ളതാണ്. അപ്പൊ ഇവിടെയൊക്കെ ശബ്ദത്തിന്റെ ശക്തി കൊണ്ട്, ശബ്ദശക്തി അവിടെ ശ്ലേഷശക്തിയാണ്. ശ്ലേഷശക്തി എന്ന് പറയാം, പക്ഷെ ശ്ലേഷാലങ്കാരം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇവിടെ പറയേണ്ടത് ഉപമാലങ്കാര ധ്വനിയാണ് ശബ്ദശക്തി. പുതിയ അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം. അഭിപ്രായ വ്യത്യാസം ഉണ്ട് എനിക്ക്. എന്തായാലും ഞാനവിടെ കാണുന്നത് ഈ ശ്ലേഷാലങ്കാരമാണ് അവിടെ ഉണ്ടാവുന്നത് എന്നും ആ ശ്ലേഷാലങ്കാരമാണ് ഉപമാലങ്കാരത്തിന്റെ പ്രതീതിയെ ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ധാരണ. ഇപ്പം നിങ്ങിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനത് സ്വീകരിച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടാകുന്ന തോന്നല് ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. ഈ ശ്ലേഷാലങ്കാരമാണ്. അതെ, ഞാൻ പറഞ്ഞു, ഈ രസഗംഗാധരത്തിലാണ് താങ്കളുടെ ഈ ഒരു വാദം വരുന്നത്. അലങ്കാരേണ അലങ്കാരധ്വനി എന്നുള്ള ഒരു പക്ഷമുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഭാഗം മുഴുവനും വ്യഞ്ജനയല്ല, അതിൽ സാദൃശ്യം മാത്രമേ വ്യഞ്ജനയുള്ളൂ എന്നും ഈ രണ്ടാമത്തെ അർത്ഥം വ്യഞ്ജനയിലല്ല അഭിധ കൊണ്ട് തന്നെ കിട്ടുമെന്നുള്ളൊരു വാദമുണ്ട്. പക്ഷെ പ്രബലമായ വാദം, കൂടുതൽ പണ്ഡിതന്മാരും സ്വീകരിച്ച വാദമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ശബ്ദവൃത്തി കൊണ്ട് കിട്ടും, ശ്ലേഷവൃത്തിയും പിന്നെ ഉപമാലങ്കാരധ്വനിയും ശബ്ദശക്തി കൊണ്ട് കിട്ടും. അതെ,
ശബ്ദശക്തി മൂലധ്വനിയാണ്. ശബ്ദശക്തി കൊണ്ട് കിട്ടുന്നത് ഉപമാലങ്കാരം തന്നെയാണ്. അതെ, ഉപമാലങ്കാരം. അപ്പൊ ഈ ശ്ലേഷമോ ഇതും ശബ്ദശക്തി കൊണ്ട് കിട്ടുന്ന തന്നെയാണ്. ശ്ലേഷം ശബ്ദശക്തിയാണ്. ആ ശബ്ദശക്തി കൊണ്ട് മുഴങ്ങുന്നതാണ് ഏത് ഈ. അല്ല, അപ്പൊ ഈ ശ്ലേഷം എന്ന് പറയുന്നത് എന്താണെന്നേ അറിയണ്ടു. ശ്ലേഷം എന്ന് പറയുന്നത് ശബ്ദശക്തി. ശ്ലേഷം എന്ന് പറഞ്ഞാൽ ഒരേ ശബ്ദത്തിന് രണ്ടർത്ഥം. അതെ, ഈ രണ്ടർത്ഥം വാച്യമായി പറഞ്ഞാലേ അലങ്കാരമാവും. വാച്യമായി പറയാത്തയിടത്ത് അലങ്കാരം വരില്ല. ആയിക്കോട്ടെ, അങ്ങനെ സമാധാനിക്കാം. ഞാനല്ലേ ചൊല്ലേണ്ടത്. ഇല്ലപ്പാ, സമയത്ത് ഓ പറയാ. അതിൽ വേലക്കാർ കിട്ടിയ ആയിക്കോട്ടെ. ഉദ്ദിശ്യാമരനിംനഗം ഗതവതോഃ ശ്രുത്വാ കലിം ശൈശവേ യസ്സാക്ഷാത്കരവാണിതാ വിധിജടാജൂഡോപകണ്ഠം ഗതഃ പീത്വാ പുഷ്കലപുഷ്കരേണ ന കിമപ്യത്രേതി വിസ്മാപയൻ പിത്രോർവിഗ്രഹവഗ്രഹം വിഹിതവാൻ പായാദ്ഗജാസ്യ സവഃ. ആം ആം യഹ അമരനിംനഗാം ഉദ്ദിശ്യ പിത്രോഃ കലിം ഗതവതോഃ പിത്രോഃ അഹം താം കലിം ശ്രുത്വാ അഹം താം സാക്ഷാത്കരവാണി ഇതി ഉക്ത്വാ ജടാജൂഡോപകണ്ഠം ഗതഃ അത്രാ കിമപി ന ഇതി വിസ്മാപയൻ പിത്രോഃ വിഗ്രഹവഗ്രഹം വിഹിതവാൻ സ ഗജാസ്യഃ വഹ പായാത്. ആം ആം യാവനൊരുത്തൻ അമരനിംനകയെ ഉദ്ദേശിച്ചിട്ട് കലിയെ ഗതവത്തുകളായിരിക്കുന്ന പിതാക്കളുടെ കലിയെ ശവിച്ചിട്ട് ഞാൻ അതിനെ സാക്ഷാത്കരിക്കാം എന്നിപ്രകാരം വചിച്ചിട്ട് ജടാജൂഡോപകണ്ഠത്തെ ഗതനായിട്ട് പുഷ്കലമായിരിക്കുന്ന പുഷ്കരം കൊണ്ട് അതിനെ പാനം ചെയ്തിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഇപ്രകാരം വിസ്മാവയനായിട്ട് പിതാക്കളുടെ വിഗ്രഹവഗ്രഹത്തെ വിഹിതവാനായ ആ ഗജാസ്യൻ നിങ്ങളെ പാലിക്കട്ടെ. യാവനൊരുത്തൻ യാതൊരു ദേവൻ അമരനിംനഗാ ദേവഗംഗ ഉദ്ദേശിക്കാ നിമിത്തമാക്കുക കലീകലഹം ഗതവത്തുകൾ പ്രാപിച്ചവര് പിതാക്കൾ അച്ഛനമ്മമാര് കലീം കലഹം ശ്രവിക്കാ കേൾക്കുക അത് ദേവഗംഗ സാക്ഷാത്കരിക്ക പ്രത്യക്ഷീകരിക്കുക വചിക്ക പറയുക വചിക്ക പറയുക ജടാജൂഡോപകണ്ഠം ജടാജൂടന്റെ ഉപകണ്ഠം ജടാജൂടൻ ശ്രീപരമേശ്വരൻ ഉപകണ്ഠം സമീപം ഗതൻ പ്രാപ്തൻ പുഷ്കലം തടിയ പുഷ്കലം തടിച്ചത് കൊഴുത്തത് പുഷ്കരം തുമ്പിക്കൈ അത് ഗംഗാജലം പാനം ചെയ്യുക കുടിക്കുക വിസ്മാഭയൻ വിസ്മയിപ്പിച്ചവൻ
പിതാക്കൾ അച്ഛനമ്മമാര് വിഗ്രഹം കലഹം യുദ്ധം കലഹം വിഹിതവാൻ ചെയ്തവൻ ഗജാസ്യൻ ഗണപതി പാലിക്കാ രക്ഷിക്കുക ആം ആം. അതിന്റെ ആശയം ഒന്ന് പറയരുത്, പദ്യത്തിന്റെ ആശയം. യഹ അമരനിമ്നകാം യഹ ഗണപതി ഇത്യർത്ഥ. അമരനിമ്നകാം ഉദ്ദിശ്യ പിത്രോഹോ കരീം ശ്രുത്വ. ഗംഗ എന്ന മറ്റൊരു ഭാര്യ കൂടി ശിവനുണ്ടെന്നൊരു ഒരു പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളതായ ആ ഭാര്യയെ ചൊല്ലി അച്ഛനമ്മമാരുടെ കലഹമാണ്. ഈ കലഹത്തെ കേട്ടുകൊണ്ട് ഗണപതി എന്ന് പറയുന്നതായ മകൻ അടുത്തെത്തി. അച്ഛനമ്മമാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കലഹം അവസാനിപ്പിക്കണം. ഞാനിത് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് വ്യക്തമായൊരു തീരുമാനത്തിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞപ്പോൾ ഇയാളെ അന്വേഷിക്കാൻ ഇയാളായി. എന്നിട്ട് ഇദ്ദേഹം എന്താ ചെയ്ത് ജഡാജൂഡോപകണ്ഠം ഗതഹ. ശ്രീപരമേശ്വരൻ്റെ സമീപത്തേക്ക് ചെന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ തുമ്പിക്കൈയാണ് ഇതുകൊണ്ട് ഉയർത്തി, തലയിലാണല്ലോ ശിരസിലാണല്ലോ ഗംഗയുണ്ട് എന്നുള്ള സങ്കല്പമുള്ളത്. ഗംഗയിൽ പരതി നോക്കിയപ്പോൾ പരതലല്ല ചെയ്തത്, തുമ്പി കൊണ്ട് കുടിക്കുക ചെയ്ത്. ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അമ്മയോട്. ഇവിടെ അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല, എന്നാലല്ലേ നിങ്ങളങ്ങനെ ബഹളം കൂറണ്ടു. അങ്ങനെ ഇവിടെയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരെയും ആശ്ചര്യപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം സത്യം ഉള്ളതാണ്, ഉണ്ട് എന്നുള്ളതാണ് സത്യം. അത് പാർവതിക്കും അറിയാം, പരമേശ്വരനറിയാം. പക്ഷേ ഇദ്ദേഹം തുമ്പിക്കൈ കൊണ്ട് ഇതൊക്കെ അത് വിശേഷണം നിറഞ്ഞ് പറഞ്ഞത് പുഷ്കലേന പുഷ്കരം എന്നാണ്. പുഷ്കലമായ പുഷ്കരം കൊണ്ടാണ്, തടിച്ചു കൊഴുത്തതാണ് തുമ്പിക്കൈ. ഈ തുമ്പിക്കൈ കൊണ്ട് ഗംഗാജലത്തെ മുഴുവൻ കുടിച്ചിട്ട് നിങ്ങൾ ഒന്ന് നോക്കിയാൽ ആടെ ഉണ്ടോ എന്ന് അമ്മയോട് ചോദിച്ചു. ഇപ്പം ആടെ ഒന്നുമില്ലല്ലോ. അങ്ങനത്തെ ഒരു സാധനേ ഇടിയില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടുപേരും ആശ്ചര്യഭരിതരായി തീർന്നു അർത്ഥാണ്. അങ്ങനെ രണ്ടുപേരുടെയും കലഹത്തെ ഈ ഗണപതി എന്ന് പറയുന്ന ആള് അവസാനിപ്പിച്ച, അങ്ങനെ ഈ കലഹത്തെ അവസാനിപ്പിച്ചതായ ഈ മകൻ അല്ലെങ്കിൽ ഗണപതി എല്ലാവരെയും രക്ഷിക്കട്ടെ എന്നർത്ഥാണ്. ഗജാസ്യ സവഹ എന്നല്ലേ ശ്ലോകത്തിൻ്റെ വഹ എന്നല്ല അവസാനം, നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന്. ഉദ്ദിശ്യാമരനിമ്നകം ഗതവതോഹ ശ്രുത്വാ കരീം ശൈശവേ യസാക്ഷാത്കരവാണി താവിധി ജഡാജൂഡോപകണ്ഠം ഗതഃ പീത്വാ പുഷ്കരേണ നകിമപ്യത്രേതി വിസ്മാപയൻ പിത്രോഹ വിഗ്രഹവഗ്രഹം വിഹിതവാൻ പായാദ്ഗജാസ്യ സവഹ. വിഗ്രഹവഗ്രഹം എന്താ പറഞ്ഞത്? വിഗ്രഹത്തിന്റെ വഗ്രഹം, വിഗ്രഹത്തിന്റെ വഗ്രഹം, വിഗ്രഹം കലഹം, വഗ്രഹം നാശം, അവസാനിപ്പിക്കുക അർത്ഥം. വിഗ്രഹത്തിന്റെ വഗ്രഹം, വഗ്രഹം കലഹത്തിന്റെ കലഹം അവസാനിപ്പിക്കല്, കലഹത്തിന്റെ നാശം. അതെ, ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. വിഗ്രഹത്തിന്റെ കലഹത്തിന്റെ നാശം എന്നത് കലഹം അവസാനിപ്പിക്കല്. അതെ, ഈ നാശത്തിന്റെ കലഹം എന്ന് പറഞ്ഞു വിടുക. നമ്മളിപ്പോ സാധാരണ ഇതില് നാശത്തിന് വേണ്ടിയുള്ള കലഹം, നശിക്കാനായിട്ടുള്ള കലഹം. പശുവിന്റെ കൊമ്പ് എന്ന് പറഞ്ഞില്ലേ, കൊമ്പിന്റെ പശു എന്ന് പറഞ്ഞൂടെ, അതുപോലെ പശുവിന്റെ കൊമ്പ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ, കൊമ്പുള്ള പശു അല്ല, കൊമ്പിന്റെ പശു എന്നും പറയാലോ. എന്ന് പറഞ്ഞാൽ ഒന്ന് അർത്ഥം പറയണ്ടേ? പശുവും അതെ, അർത്ഥം പറയണ്ട. രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നല്ലേ. അതെങ്ങനെ സഹൃദയന്റെ മനസ്സിലേക്ക് അർത്ഥപ്രതീതി എങ്ങനെ ഉണ്ടാവും? അല്ല, അർത്ഥബോധം എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ പശുവിന്റെ സംബന്ധം എന്ന് പറയുന്നത് രണ്ടിലും അല്ലേ? പശുവിന് കൊമ്പിലും സംബന്ധമുണ്ട്, കൊമ്പിന് പശുവിലും സംബന്ധം ഉണ്ടല്ലോ, പരസ്പര സംബന്ധമുണ്ട് ഉണ്ടല്ലോ. അപ്പൊ രണ്ടും പറയാലോ. അങ്ങനെ അർത്ഥം പറഞ്ഞാൽ ശരിയാവോ? അതല്ലേ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ എന്താ? അങ്ങനെ പറഞ്ഞുകൂടാ, പറഞ്ഞൂടാ, അങ്ങനെ പറഞ്ഞുകൂടാന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇനി നിങ്ങൾ വല്ല വിദ്യയും കാണുന്നുണ്ടെങ്കിൽ യോജിക്കാൻ പറ്റുന്നതാണെങ്കിൽ യോജിക്കാം. അല്ല, അങ്ങനെ പറയാമോ എന്നൊരു സംശയം. എന്ത് അങ്ങനെ പറഞ്ഞുകൂടാ? എന്തായാലും അതൊക്കെ അറിയാം, പറഞ്ഞുകൂടാ അല്ലേ? പറഞ്ഞുകൂടാ. നിങ്ങൾ എന്ത് വിദ്യ ഉണ്ടായാലും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഉറപ്പ്. അപ്പൊ അതിന്റെ യുക്തിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? എന്തത് യുക്തി? പരസ്പരം അല്ല, ബന്ധമുണ്ടല്ലോ എന്ന്.
കൊമ്പും പശുവായിട്ട് ബന്ധമുണ്ട്, പശുവും കൊമ്പുമായിട്ടും ബന്ധമുണ്ട്. അപ്പൊ പറയുന്നത് എന്താ കുഴപ്പമില്ല? മറുപടി പറയണ്ടിപ്പോ സംബന്ധ സാമാന്യ ഷഷ്ടി എന്നല്ലേ സാർ? അതല്ലേ ഇനി ഷഷ്ടി വരുന്നതിന് സമാധാനം. സംബന്ധം ദുഷ്ടമല്ലേ സാർ? രണ്ടിലും അല്ലേ സംബന്ധം? അപ്പൊ പറയാലോ. ഇതിൽ എങ്ങനെ അർത്ഥം പറഞ്ഞ എങ്ങനെ പറയാം? കുറെ കാലം ഇങ്ങനെ പറയാം. വിഗ്രഹത്തിന്റെ വഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? വിഗ്രഹത്തിന്റെ വഗ്രഹം നാശത്തിന് വേണ്ടിയുള്ള എന്താ പറഞ്ഞ അർത്ഥം പറഞ്ഞ? അല്ല, അങ്ങനെ പറയാമോ? അങ്ങനെ പറഞ്ഞൂടാ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറയാനില്ല, വിദ്യ പറഞ്ഞാ പറയാ. ഇതൊരു പുതിയ വിദ്യ എന്നല്ല സാഹിത്യത്തില്. ഇതിനൊക്കെയാ പറയാ കുരുട്ട് എന്ന് പറയാ. സംബന്ധം ദുഷ്ടമാണല്ലോ അല്ലേ സർ? നിങ്ങൾ പറയുന്ന കാര്യമല്ല ശരി തന്നെ. ഇതെങ്ങനെ പറഞ്ഞാൽ ശരിയാലും സംബന്ധം രണ്ടിലും തുല്യാണ്. സംബന്ധം രണ്ടാക്കും തന്നെ, ഭാര്യക്കും ഭർത്താവിനും അന്യോന്യം തന്നെ. ഇയാള് ഭാര്യയായിട്ട് സംബന്ധമുള്ള ആളാണ്. സംബന്ധം രണ്ടാക്കും തുല്യമല്ലേ? സംബന്ധം എന്ന് പറഞ്ഞാൽ തന്നെ അതന്നെ തുല്യാണ് അല്ലേ? സംബന്ധം എന്ന് പറഞ്ഞാൽ തുല്യം തന്നെയല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ. ഞാൻ പറഞ്ഞില്ലേ സംബന്ധം തുല്യം തന്നെ. പക്ഷെ പറയുമ്പോ എങ്ങനെ പറയണം എന്നുള്ളതാണ്. അല്ലേ? പറയുമ്പോ എങ്ങനെ പറയണം? അല്ല, ഞാനിപ്പോ പറഞ്ഞതിന്റെ യുക്തി നിങ്ങൾ ആലോചിക്കും. പശുവിന്റെ കൊമ്പ് എന്ന് പറഞ്ഞാൽ കൊമ്പിന്റെ പശു എന്ന് പറഞ്ഞാൽ തുല്യം തന്നെയല്ലേ സംബന്ധം? ശരി തന്നെ. പശുവിന്റെ കൊമ്പ് എന്ന് പറഞ്ഞാൽ ശരി തന്നെ. പശുവിൻ കൊമ്പ്, പശുവിൻ്റെതായ കൊമ്പ് സമാധിച്ചാൽ അർത്ഥം അങ്ങനെ പറയാം. നിങ്ങൾ ഇപ്പൊ പറയുന്ന കൊമ്പിന്റെ പശു എന്ന് പറഞ്ഞ ഇറക്കത് ഗ്രഹിക്കണ്ടേ? അതിനാണ് പറഞ്ഞ സാഹിത്യത്തിൽ ഇമാതിരി കുരുട്ടുണ്ട്. ഇത് പണ്ടേ പൂരക്കളിക്കാർക്ക് ഉള്ളത് എന്തായി? അത് നിങ്ങളെ വകയിൽ ഇപ്പൊ ആദ്യം എഴുന്നള്ളിച്ചു മാത്രമേ ഉള്ളൂ. പറ്റൊന്നുമില്ല. എന്നാൽ അങ്ങനത്തെ ഒരു കുനിഷ്ടല്ല അത്. ഭേദ്യഭേദകയോശ്ചൈക സംബന്ധോ സംബന്ധോ. അല്ല, അപ്പൊ ഇതെല്ലാം പുതിയതാണ്. ഭാഷയിൽ അങ്ങനെ എന്തൊക്കെയുണ്ട്. പുതിയതായതുകൊണ്ട് ഈ തപ്പുന്നത് ഏത്തശ്ശന്മാരോട് ചോദിക്കുകയും ചെയ്യുന്നു. പ്രായമായില്ലേ? പുതിയതാന്നല്ലേ വിചാരിക്കട്ടെ. പുതിയതെന്തെങ്കിലും വേണ്ടേ എന്ന് വെച്ചാൽ തപ്പിട്ട് പിടിച്ച് പഠിക്കുന്ന. പക്ഷെ അതിപ്പോ കാര്യം കിട്ടണ്ടേ? ഭേദ്യഭേദകയോശ്ചൈക സംബന്ധോന്യോന്യമിഷ്യതേ ദിഷ്ടോ യദ്യപി സംബന്ധ ഷഷ്ട്യുൽപത്യുസ്തു ഭേദകാത്. അതെ, അതെല്ലാം ശരി. എങ്ങനെ അർത്ഥം പറയണം? അല്ല, ഭേദ്യഭേദകം, ഭേദ്യവും ഭേദകവും, വിശേഷണവും വിശേഷണവും വിശേഷ്യവും. അതെ, അതാണല്ലോ ഭേദ്യഭേദകം. ഭേദ്യഭേദക സംബന്ധോ. ഭേദകം എന്ന് പറഞ്ഞാൽ വിശേഷണം, ഭേദ്യം എന്ന് പറഞ്ഞാൽ വിശേഷ്യം. അതെ, ഭേദിക്കപ്പെടുന്നത്, അതെ, ഭേദിപ്പിക്കുന്നത്. അത് വിശേഷണ വിഷയങ്ങൾ. ആ വിശേഷണ വിശേഷ്യം എന്ന രണ്ടർത്ഥത്തെ തരുന്ന വാക്ക് തന്നെയാണ് ഭേദ്യഭേദകം. സമ്മതിച്ചല്ലോ. ഭേദ്യഭേദകയോശ്ചൈക സംബന്ധ അന്യോന്യമിഷ്യതേ. ആ സംബന്ധം അന്യോന്യാണ്, പരസ്പരം. കൊമ്പിന്റെ പശു എന്നും പറയാം, പശുവിന്റെ കൊമ്പ് എന്നും പറയാം. സംബന്ധം പരസ്പരം തന്നെ. ഇങ്ങനെ പറഞ്ഞുകൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഈ പറയുമ്പോൾ ഒരം പറയാൻ പറ്റൂല്ലോ. ഇതിന് പൊരന്നല്ലേ ഞാൻ പറയട്ടെ, അത് പറയാൻ പറ്റൂല. കാര്യം നിങ്ങൾ പറഞ്ഞിടത്ത് തന്നെ. കുരുട്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ചേരാത്തൊരു വാക്കായി പോയി ഞാൻ പറഞ്ഞത് നേരത്തെ. ഇപ്പൊ ഒരെന്നും പറഞ്ഞു പോയി. പക്ഷെ ഇതല്ലാണ്ട് എന്താ പറയണ്ട, വേറെ വാക്കോർത്തു. പക്ഷെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് ഒരു പരാതിയില്ലല്ലോ. പരാതി ജനങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അയാൾ അത് പറയാൻ വേണ്ടി പാടില്ല എന്ന് പറയും. പക്ഷെ പിന്നെന്ന് പറയുന്ന വാക്ക് വേണ്ടേ? കാരണം എന്നാക്കാളും സീനിയർ ആണ്. ഇദ്ദേഹത്തോടുള്ള ബഹുമാനം എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഞാൻ ഒരു പോർലേൽക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അതല്ല ശരിയാണ്. പക്ഷെ അതുകൊണ്ടല്ലേ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ചിരിക്കുന്നത്. ചിലപ്പോ ഈ രീതിയിലുള്ള വാക്ക് വരുമ്പോ ഞാനൊന്ന് പോലും പറയാം. ഭേദ്യഭേദകയോശ്ചൈക സംബന്ധോന്യോന്യമിഷ്യതേ. ഇഷ്യതേ, ഇച്ഛതേ, ആഗ്രഹിക്കാലോ. അന്യോന്യ സംബന്ധമാണ്. രണ്ടും ആവാം, പശുവിന്റെ കൊമ്പാവാം, കൊമ്പിന്റെ പശുവാവാം. എന്നാലും ദിഷ്ടോ യദ്യപി സംബന്ധ, സംബന്ധ ദുഷ്ട അപി, ദുഷ്ട ഭേദ്യ ഭേദക നിഷ്ഠ ആണെങ്കിലും ഷഷ്ട്യുൽപത്യസ്തു ഭേദകാത്. ഷഷ്ടി വിഭക്തി ഏതിനെ പറയാൻ പാടുള്ളൂ? ഭേദകത്തിൽ. സംഗതി ശരിയല്ലേ? ഷഷ്ടി പറയുന്നതാണ് ഭേദകത്തിൽ മാത്രമേ പറയാൻ പാടുള്ളൂ, വിശേഷണത്തിന് മാത്രമേ പറയാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ ശരിയല്ലേ? ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തിയില്ലേന്നല്ലേ ഞാൻ ചോദിച്ചത്. ഒരു പ്രസക്തിയില്ല. അയ്യോ, അല്ലെ പിന്നെ ഈ കാര്യമൊക്കെ ആവശ്യമുണ്ടോ? അത് നിങ്ങൾ പറയുമ്പോ തന്നെ ജനങ്ങളിൽ പരിഭ്രമായി.
ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്? അല്ല, അദ്ദേഹം എന്താ ഇങ്ങനെ മാഷ് പറയട്ടെ. എന്റെ ഞാൻ പറഞ്ഞത് അപ്രസക്തമാണോ? എല്ലാം ഉണ്ടാവും. അവർ ഒരുപാട് പഠിച്ച ആളല്ലേ, അവരടുത്ത് ഒരുപാട് കണിയുണ്ടാവും. അല്ല, ഇത് ഇഷ്ടപ്പെടണ്ടേ? പശുവിന്റെ കൊമ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ കൊമ്പിന്റെ പശു എന്ന് എവിടെയും കേട്ടില്ല. അല്ല, അങ്ങനെ ഒരു ചിന്ത വരാമോ എന്ന് അദ്ദേഹം ആശങ്കിക്കുമ്പോഴെന്തോ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ആലോചിക്കാറ്. എന്തായിരിക്കും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടാവുക? അപ്പോൾ അതുകൊണ്ട് അത് പ്രസക്തമല്ല എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഓർമ്മിക്കേണ്ടത് സംബന്ധം പലതരത്തിലുണ്ട്, ഇല്ലേ? വിശേഷണ വിശേഷ സംബന്ധമുണ്ട്, സ്വസ്വാമിഭാവ സംബന്ധമുണ്ട്, ജന്യജനകഭാവ സംബന്ധമുണ്ട്, ഗമ്യ ഗമകഭാവ സംബന്ധമുണ്ട്, അംഗാംഗി ഭാവ സംബന്ധമുണ്ട്, ഭാര്യാഭർത്തൃ സംബന്ധമുണ്ട്, ഒരുപാട് സംബന്ധമുണ്ട്, ജന്യജനക, ഇതെല്ലാം അങ്ങനെ ഒരുപാട് സംബന്ധമുണ്ട്. ഈ സംബന്ധങ്ങളൊക്കെ ഇപ്പൊ അംഗാംഗി ഭാവ സംബന്ധം വരുമ്പോൾ അങ്കിയുടേതാണ് അംഗം, അംഗത്തിന്റെ അങ്കി ആവൂലല്ലോ. ഇല്ല, അങ്കിയുടേതാണ് അംഗം, ജനകന്റേതാണ് ജന്യൻ, ഒരിക്കലും ജന്യന്റെ ജനകനാവൂല. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിപ്പോ ശരീരത്തിലെ കൈ, അല്ലെങ്കിൽ മനുഷ്യന്റെ തല, അല്ലെങ്കിൽ പശുവിന്റെ കൊമ്പ്, പശു എന്നുള്ള ഒരു അങ്കിയും ആ പശുവിന്റെ അംഗമാണ് കൊമ്പ്, അല്ലെ? അപ്പോ അങ്കിയുടേത് അംഗമാകുകയല്ലാതെ അംഗത്തിന്റെ അങ്കി ആവൂല. അപ്പൊ നമുക്കറിയാം, ഷഷ്ടി എന്നുള്ള സൂത്രം കൊണ്ട് ഷഷ്ടി ഉപസർജനമാണ്, ഉപസർജനമേ പൂർവ്വത്തിൽ വരാവൂ. ഉപസർജനം പൂർവ്വത്തിൽ വരുമ്പോൾ ഷഷ്ടി ഉക്തമായ ശബ്ദമേ പൂർവ്വം വിശേഷണം അർത്ഥം. അതെ, അത് പൂർവ്വത്തിൽ വരാവൂ. അങ്ങനെ ആവുമ്പോൾ പശുവിന്റെ കൊമ്പ് എന്നല്ലാണ്ട് കൊമ്പിന്റെ പശു എന്ന് പറയാറില്ല. ചോദ്യം തെറ്റില്ല ഞാൻ പറഞ്ഞു. അല്ല, മോശമല്ലേ? അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തിതി ഇല്ലേ? പക്ഷെ അങ്ങനെ ഒരു തോന്നലുണ്ടാവാം. അങ്ങനെ പറഞ്ഞൂടെ? അതിനെ വരെന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മളിപ്പോ ലാഭിക്കുക എന്ന് പറയലുണ്ട് സാധാരണ, എന്നാ പിന്നെ നഷ്ടിക്കുക എന്ന് പറയലുണ്ട്. അല്ല, അങ്ങനെയല്ല. ഈ ലാഭിക്കുക എന്ന് പറയാൻ നഷ്ടിക്കുക എന്ന് പറഞ്ഞൂടെ? നൈയായികന്മാർക്ക് ഈ സംബന്ധം, സംയോഗ സംബന്ധം ഉണ്ടല്ലോ. അപ്പൊ സംയോഗ സംബന്ധം ദിഷ്ടം തന്നെയാണ്. അത് രണ്ടും ഒരുപോലെയാണ്. ഞാൻ മേശയെ തൊട്ടാലും മേശ എന്നെ തൊട്ടാലും സംയോഗം തന്നെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ദിഷ്ട സംബന്ധത്തെ കുറിച്ചാണ് അദ്ദേഹം ആശങ്കിച്ചത്. ആശങ്ക ശരി. നൈയായികന്മാരുടെ സ്വഭാവം അറിയാലോ, അല്ലേ? നൈയായികന്മാരുടെ സ്വഭാവം എന്താ? നൈയായികന്മാരുടെ സ്വഭാവം ഇല്ലേ, ഒരു ശോഭൂല സാർ. അതായത് ഒരു കൊമ്പുമ്പ ഒരിടത്ത് തൊടുമ്പോ അവർ തുള്ളി മറ്റൊരിടത്ത് പോകും, അവിടെ നിന്ന് തൊടുമ്പോൾ മറ്റുള്ളവർക്ക് പോകും. അതാണ് അവരുടെ സ്വഭാവം, അതാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം അവസാനം പറയാനോ കാര്യമൊന്നും ഉണ്ടാവും. അതാണ് 4:30 മണിക്ക് കളി തുടങ്ങണം. ഇപ്പോ മണി 4 മണി. അതെ. ആപീയാപീനമേകം സ്തനമനപതൃഷം സ്തന്യപാനാർത്ഥമന്യം വക്ഷോജം പുഷ്കരേണ പ്രതിമുഹുരപിയം സംഭ്രമാൻ മാർഗയന്തം ആശ്വാശ്വസ്തം വ്യഥാതാം സഹസിത പരമാർത്ഥോക്തിഭി പ്രാക്തനൗ താവർദ്ധാംഗൗ ദമ്പതീവഃ സദിശതു കുശലം ക്ഷീരകണ്ഠോ ഗജാസ്യ ആപീനം ഏകം സ്ഥനം ആപീയ അനപതൃഷം സ്തന്യപാനാർത്ഥം അന്യം വക്ഷോജം പുഷ്കരേണ പ്രതിമുഹു സംഭ്രമാത് മാർഗയന്തം യം അർദ്ധാംഗൗ പ്രാകൃതനൗ ദമ്പതി ആശു ആശ്വസ്തം വ്യഥാതാം ക്ഷീരകണ്ഠഃ സ ഗജസ്യ വഹ കുശലം ദിശതു
ആപീനമായി ഏകമായിരിക്കുന്ന സ്ഥനത്തെ ആപാനം ചെയ്തിട്ട് അനപതൃട്ടായി സ്തന്യപാനത്തിനായിക്കൊണ്ട് അന്യമായിരിക്കുന്ന വക്ഷോജത്തെ പിന്നെയും പിന്നെയും പുഷ്കരത്താൽ സംഭ്രമേണ മാർഗയനായിരിക്കുന്ന യാവനൊരുത്തനെ അർദ്ധാംഗന്മാരായി പ്രാകൃതനന്മാരായിരിക്കുന്ന ദമ്പതിമാര് എത്രയും പെട്ടെന്ന് ആശ്വസ്തനാക്കി വിധാനം ചെയ്തു. ക്ഷീരകണ്ഠനായിരിക്കുന്ന ആ ഗജാസ്യൻ നിങ്ങൾക്ക് മംഗളത്തെ ചെയ്യണമേ. ആപീനം ചുറ്റും തടിച്ചത് ഏകം ഒന്ന് സ്ഥനം മാങ്ങും. നാരായണ 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 നരകമെന്നതും
നന്ദ